വയനാട്ടിൽ പനമരത്ത് നീർവാരമെന്ന ഗ്രാമത്തിലാണ് രശ്മി ജനിച്ചതും വളർന്നതും. പ്രകൃതിയുടെ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഗ്രാമസൗഭാഗ്യങ്ങളായിരിക്കണം രശ്മിയുടെ ദൃശ്യബോധത്തെ ഉദാത്തവൽക്കരിച്ചത്. ഈ ദൃശ്യബോധം തന്നെയായിരിക്കണം രശ്മിയെ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാക്കിയതും. പക്ഷേ കണക്ക് എന്ന വിഷയം രശ്മിക്ക് പണ്ടൊക്കെ ഒരു കീറാമുട്ടിയായിരുന്നു. പരീക്ഷകളിൽ അപൂർവമായി മാത്രമേ മാർക്ക് 9-നപ്പുറത്തേക്ക് കടന്നിരുന്നുള്ളൂ. ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസും പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻസും തിരഞ്ഞെടുത്തു. ഒരു തരത്തിൽ ആ വിഷയങ്ങൾ പഠിക്കാനായി തിരഞ്ഞെടുത്തത് കണക്കിനെ പേടിച്ചിട്ട് തന്നെയാണ്. പനമരം പഞ്ചായത്തിലെ നീർവാരം കാടിനോട് ചേർന്നാണ് കിടക്കുന്നത്. ചുരുക്കത്തിൽ കാടും നാടും കലർന്ന ഒരു ആദിമ ജീവിത വ്യവസ്ഥയാണ് ഇവിടെയുള്ളത്. നൂറ്റാണ്ടുകളായുള്ള കുടിയേറ്റങ്ങൾ നീർവാരത്തിന്റെ ജൈവ വ്യവസ്ഥയെ താറുമാറാക്കിയിരിക്കുന്നു. അനുദിനം ശോഷിക്കുന്ന കാടുകളിൽ നിന്നും വന്യജീവികൾ വെള്ളവും ഭക്ഷണവും തേടി പുറത്തേക്കിറങ്ങുന്നു. സ്വയം സമ്പൂർണമായ വനങ്ങളുടെ നശീകരണമാണ് ഇതിന് കാരണം. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഇത് കാരണമാകുന്നു. നീർവാരത്തെ കാട്ടുവഴികളിലും നാട്ടുവഴികളിലും അന്തി കഴിഞ്ഞാൽ ഒരിറ്റു വെളിച്ചമില്ല. പഞ്ചായത്ത് സ്ഥാപിച്ച പാതവിളക്കുകളൊക്കെ കേടായിട്ട് എത്രയോ കാലമായി. രാത്രികളിൽ ഈ വഴികളിലൂടെ ആനയും കാട്ടുപോത്തുമൊക്കെ ഇറങ്ങിയാൽ ആരുമറിയില്ല. രശ്മി ഞാൻ സ്ത്രീ ഫണ്ട് ഉപയോഗപ്പെടുത്തിയത് നീർവാരത്തെ നാട്ടുപാതകളിൽ പാതവിളക്കുകൾ സ്ഥാപിക്കാനാണ്. എട്ട് പാതവിളക്കുകളാണ് രശ്മി പഞ്ചായത്തിന് സംഭാവനയായി നൽകിയത്. അതിൽ 3 നീർവാരത്തെ ആദിവാസി കോളനിയിലാണ്. ഈ വിളക്കുകൾ രാത്രി ഓണാക്കാനും നേരം വെളുക്കുമ്പോൾ ഓഫാക്കാനുമുള്ള ഏർപ്പാടുകൾ രശ്മി ചെയ്തിട്ടുണ്ട്. ആറാമത്തെ വയസ്സിൽ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്ന ആളാണ് സർ. എങ്ങനെയായിരുന്നു ഉള്ളിലെ ആ എഴുത്തുകാരനെ തിരിച്ചറിഞ്ഞത്? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഗ്രോത്ത് എവല്യൂഷനൊക്കെ ആ എഴുത്തുകാരൻ്റെ? ആരും പഠിപ്പിച്ചില്ലേ നിങ്ങൾ എഴുത്തുകാരനാവണമെന്ന്. ഞാൻ കുട്ടിക്കാലത്തിൽ ഏക്കക്കാരനായിരുന്നു, ആസ്മ രോഗം. അതുകൊണ്ട് ശ്വാസം മുട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ സ്കൂളിൽ പോകാനുള്ള ആരോഗ്യമില്ല. ആ സമയത്ത് സൂക്കടുള്ളപ്പോൾ ഉറങ്ങാനും സാധിക്കില്ല, പിന്നെ ശ്വാസം മുട്ടിയിട്ട്. അപ്പം ഇരുന്നിട്ട് വല്ലതും ചെയ്യണമല്ലോ. ആ കാലത്ത് ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല, കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല, നിൻറ്റെൻഡോ ഉണ്ടായിരുന്നില്ല. വേറെ ഡിസ്ട്രാക്ഷൻ പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ഞാൻ എന്ത് പുസ്തകം കിട്ടിയാലും വായിക്കും. എൻ്റെ അച്ഛൻ്റെ പുസ്തകങ്ങൾ, നമ്മുടെ പുസ്തകങ്ങൾ. എനിക്ക് ജ്യേഷ്ഠനോ മൂത്ത സഹോദരനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അച്ഛനോ നമ്മുടെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത് വായിക്കാൻ. കിട്ടിയത് മനസ്സിലായതെല്ലാം വായിച്ചു. ലൈബ്രറി പോയാൽ വായിക്കും. പക്ഷേ ഞാൻ ഭയങ്കര വേഗം വായിക്കും. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഫാസ്റ്റ് റീഡറാണ്. അപ്പോൾ ചിലപ്പോൾ ലൈബ്രറി പുസ്തകം വീടെത്തുമ്പോഴേക്കും, ബോംബെ ട്രാഫിക്കിൽ വീടെത്തുമ്പോഴേക്കും കാറിൽ തന്നെ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അപ്പോൾ എന്താ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ലാത്ത സമയത്ത് എനിക്ക് തന്നെ തന്നെ തോന്നി ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെ പോലെ ഞാനും കൂടി എഴുതിക്കൂടെയാണ്. അപ്പോൾ അങ്ങനെ കുട്ടിക്കാലത്തിൽ വായിച്ച പുസ്തകങ്ങളെ പോലെ എഴുതാൻ തുടങ്ങിയിട്ടാണ് ഞാനൊരു എഴുത്തുകാരനായത്. പുതിയ തലമുറയിൽ നടക്കുന്ന അരാഷ്ട്രീയവൽക്കരണം അത് വലിയൊരു പ്രശ്നമായി കരുതുന്നു. അത് ഇല്ലാതാക്കാൻ സാറിൻ്റെ ഒരു നിർദ്ദേശം എന്താണ്? ഞാൻ കുറേ വർഷമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതുന്നു. ഞാനൊരു കോളമിസ്റ്റ് ആയിരുന്നതിന് മുമ്പ് ഐക്യരാജ്യസഭയിൽ ഇരിക്കുമ്പോഴും UN വിട്ട ശേഷവും രാഷ്ട്രീയത്തിൽ വരുന്ന മുമ്പ് ഞാൻ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഹിന്ദുവിലും ഒക്കെ കോളം എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഈ പ്രത്യേകിച്ച് ഈ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഇല്ലേ നമ്മളുടെ, അവർക്ക് രാഷ്ട്രീയത്തിന് എതിരുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒരു കണ്ടെംപ്റ്റും ഭയങ്കര തെറ്റാണ്. ഈ ഒരേ ആൾക്കാർ രാഷ്ട്രീയത്തിന് വേണ്ട വയ്ക്കും, രാഷ്ട്രീയത്തിൽ പങ്കെടുക്കില്ല. അവർ വിചാരിക്കും പരീക്ഷ പാസ്സാവാനോ നല്ല ജോലി നല്ല തൊഴിലെടുക്കാൻ കഴിവില്ലാത്തവരാണ് രാഷ്ട്രീയത്തിൽ പോകണം, അതുകൊണ്ട് അവരെ വില വയ്ക്കരുത്. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് മിഡിൽ ക്ലാസ്സിൽ ഇന്ത്യയിൽ. പക്ഷേ അവർ അത് അങ്ങനെ ഇഗ്നോറും ചെയ്തിട്ട് അവർ പറയും
അയ്യോ നമ്മുടെ രാജ്യത്ത് ഈ ബുദ്ധിമുട്ടുണ്ട്, ആ പ്രോബ്ലം ഉണ്ട്, ഇത് ശരിയായി നടക്കുന്നില്ല, അങ്ങനെ കുറ്റം പറയാനുള്ള അവകാശം നമ്മൾ കളഞ്ഞു. രാഷ്ട്രീയത്തിൽ നമ്മൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഭരണത്തിലൊരു വ്യത്യാസം കാണണോ, നമ്മളുടെ പിന്നെ സമൂഹത്തിൻ്റെ അകത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവരണോ, ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ജനാധിപത്യത്തിൽ രാഷ്ട്രീയമാണ് ദ ബെസ്റ്റ് വേ. എന്നും ഡയറി എഴുതുന്നതിൽ രശ്മി വീഴ്ച വരുത്താറില്ല. സ്വന്തം ചരിത്രത്തെ ഇങ്ങനെ ഇടയ്ക്കിടെ ചെകഞ്ഞു നോക്കാൻ എപ്പോഴും താല്പര്യമാണ്. കൂട്ടുകാരോടൊപ്പമുള്ള ചെസ് കളി രശ്മിയുടെ പ്രധാന വിനോദമാണ്. സ്വന്തം വീട്ടിൽ ഇവരൊക്കെ ഇങ്ങനെ കളിക്കാനും ചിരിക്കാനും രാപ്പാർക്കാറുണ്ട്. അത്തരം കൂട്ടായ്മകൾ എന്നും ഒരു ഹരമാണ്. എതിർപ്പൊന്നും കാര്യമായിട്ടില്ലാത്ത പ്രണയവിവാഹമായിരുന്നു ജിജിയുടേത്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് പൊയിൽക്കാവിലാണ് ജനനവും ബാല്യവും കൗമാരവും. വിദ്യാതരംഗിണി LP സ്കൂളിലെ പഠനമാണ് ഇന്ന് നമ്മൾ കാണുന്ന ജിജിയെ സൃഷ്ടിച്ചത്. കവിതകളും കഥകളും നിറഞ്ഞൊരു പാഠ്യപദ്ധതിയാണ് അവിടുത്തെ അധ്യാപകർ കുട്ടികൾക്കായി ഒരുക്കിയിരുന്നത്. ഇന്നും അതങ്ങനെയാണ്. പണ്ടത്തെ സിനിമകളൊക്കെ ഒരു പത്മരാജൻ സിനിമ അല്ലെങ്കിൽ ഭാരതൻ സിനിമ അങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നു. പിന്നീട് അത് സത്യനന്ദിക്കാട് സിനിമ അല്ലെങ്കിൽ പ്രിയദർശൻ സിനിമ അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ താരങ്ങളുടെ പേരിലാണ് സിനിമ അറിയപ്പെടുന്നത്. ആ ഒരു മാറ്റത്തിനെ കുറിച്ച് അത് ഇന്റഗ്രിറ്റി ഇല്ലാത്ത സംവിധായകരാകുമ്പോൾ അങ്ങനെയാണ് അറിയപ്പെടുക. മനസ്സിലായില്ലേ? ഇപ്പം ഭരതനും പത്മരാജനും അതുപോലെയുള്ള സംവിധായകർ ഇപ്പോഴില്ലേ? അല്ല, വളരെ കുറവാണ്. കാരണം എങ്ങനെയെങ്കിലും ഇവരുടെ ഡേറ്റ് വാങ്ങിച്ചെടുത്ത് സിനിമ ഉണ്ടാക്കുന്ന ആളുകളാണ്. സൃഷ്ടിക്കുന്നവരല്ല, ഉണ്ടാക്കുന്നവരാണ് കൂടുതൽ പേരും. അതുകൊണ്ടാണ് പലപ്പോഴും താരങ്ങളുടെ പേരിൽ സിനിമ അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അടൂർ ഭാഷയുടെ സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചാൽ മമ്മൂട്ടി സിനിമ എന്ന് പറയില്ല, അടൂർ ഭാഷയുടെ സിനിമ എന്നേ പറയുള്ളൂ. അങ്ങനെയുണ്ട്. ഇപ്പോൾ ജോഷിയുടെ സിനിമയിൽ അഭിനയിച്ചാൽ ജോഷിയുടെ സിനിമ എന്നേ പറയുള്ളൂ. സത്യനന്ദിക്കാട് സിനിമ അങ്ങനെ പറയുള്ളൂ. പ്രിയദർശനാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ. അപ്പം അങ്ങനെ പറയത്തക്ക അർഹതയില്ലാത്ത സംവിധായകരുടെ സിനിമകളാണ് പലപ്പോഴും ഈ താരങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റാലിയോ കാൽവിനോയുടെ പ്രസിദ്ധമായ ഒരു രചനയുണ്ട്, അദൃശ്യ നഗരങ്ങൾ, ഇൻവിസിബിൾ സിറ്റീസ്. അതിലൊരു നഗരം ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെയാകുന്നത് നഗരവാസികൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുണ്ടായ മാലിന്യത്തിൻ്റെ മല ഇടിഞ്ഞു വീണ് നഗരം അതിനുള്ളിൽ അകപ്പെട്ടിട്ടാണ്. അത്തരമൊരവസ്ഥയെ ഏതു നിമിഷത്തിലും ഞെളിയൻ പറമ്പിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട്ടുകാർ അനുഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട്ടുകാരിയായ ജിജി നഗരത്തിലെ മാലിന്യങ്ങൾ നഗരത്തിൽ തന്നെ, അതായത് ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന സ്വപ്ന പദ്ധതിയുമായി എത്തുന്നത്. പാളയം മാർക്കറ്റിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ദിനം പ്രതി ടൺ കണക്കിന് മാലിന്യമാണ് ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നത്. നഗരത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന സ്ഥലം പാളയത്തെ പച്ചക്കറി മാർക്കറ്റാണ്. നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിറങ്ങുന്നതും പെരുമാറുന്നതുമായ ഇടമാണ് പച്ചക്കറി മാർക്കറ്റും അടുത്തുള്ള ബസ് സ്റ്റാൻഡും. കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മിഠായി തെരുവും ഇതിനടുത്താണ്. പലപ്പോഴും പാളയത്തിന്റെ ദുർഗന്ധം മിഠായി തെരുവിലെ ഹൽവ കടകളിൽ പോലും എത്താറുണ്ട്. പാളയം മാർക്കറ്റിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവ വളമാക്കി മാറ്റുന്ന ഒരു മാലിന്യ സംസ്കരണ പദ്ധതിയാണ് ജിജി രൂപകൽപ്പന ചെയ്യുന്നത്.
പത്രപ്രവർത്തനം താല്പര്യമുള്ള വിഷയമാണെങ്കിലും എന്തുകൊണ്ടോ പത്രപ്രവർത്തകയാകാൻ കഴിഞ്ഞില്ല. ഇന്ന് ജിജി കോഴിക്കോട് നഗരത്തിൽ പാറോപ്പടിയിലാണ് ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം കഴിഞ്ഞുകൂടുന്നത്. എഴുത്തും വായനയും ഒരുപാട് കുഞ്ഞുങ്ങൾക്കൊപ്പമുള്ള സഹവാസവുമൊക്കെയായി കഴിഞ്ഞുകൂടുന്ന ജിജിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയാണ്. സരിത കോഴിക്കോട്ടെ ഒരു നാട്ടിൻപുറത്താണ് ജനിച്ചതും വളർന്നതും. ഇപ്പോഴും നാട്ടിൻപുറമാണ് ഇഷ്ടം. റേഡിയോയും ടെലിവിഷനുമൊക്കെയായി സരിതയ്ക്ക് നല്ല ബന്ധമാണുള്ളത്. കുറെ കാലം ആകാശവാണിയിൽ അനൗൺസറായിരുന്നു. 2 വർഷം ഒരു FM റേഡിയോയിൽ RJയുമായിരുന്നു. ഇപ്പോൾ ദൂരദർശനിലെ കാഷ്വൽ ന്യൂസ് റീഡറാണ്. ഡബ്ബിങ്ങിന് പോവാറുണ്ട്. ഇവന്റുകൾ ആങ്കർ ചെയ്യാറുമുണ്ട്. സരിതയ്ക്ക് വിചിത്രമായൊരു സ്വഭാവമുണ്ട്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഉടൻ പോയി കമ്മൽ വാങ്ങും. കമ്മലുകളുടെ ഒരു വൻ ശേഖരം തന്നെ സരിതയ്ക്കുണ്ട്. അതായത് ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ഇപ്പോൾ പറഞ്ഞു ഈ ഔട്ട്പുട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു വരുമാനത്തിനെ കുറിച്ചായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. മാർക്കറ്റിംഗ് അത് തന്നെ കാര്യം ആൾക്കാർ അത് നല്ലോണം വലിയൊരു ഘടകം തന്നെയാണ്, അല്ലാതെ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജോയി പറഞ്ഞു അല്ല സൗദിക്ക് ചില കാര്യങ്ങളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അതുകൊണ്ട് ജോയി തീരുമാനിച്ചു ശരി സൗദി തന്നെ അഭിനയിക്കണമെന്ന്. എന്തായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി എന്തൊക്കെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്? ഒന്ന്, ഈ സ്ക്രിപ്റ്റ് തന്നെ വളരെ സ്ട്രോങ് ആയുള്ള സ്ക്രിപ്റ്റാണ്. അതിൽ ഞാൻ പ്രത്യേകിച്ചൊരു ശ്രദ്ധയൊന്നും കൊടുക്കാതെ തന്നെ ജോയ് മാത്യുവിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ സോളിഡായിട്ട് എഴുതിയൊരു കഥാപാത്രമാണ്. അതിൻ്റെ ഗ്രോത്ത് വളരെ സ്ട്രോങ് ആണ്, അല്ലാതെ ഇങ്ങനെ ഒരു വളരെ വേഗമായിട്ടുള്ള ഷാലോ ആയിട്ടുള്ള കഥാപാത്രമല്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ആ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ്റെ ആവശ്യമില്ല, ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉണ്ട് അതിൽ. പക്ഷെ ഞാൻ ചെയ്തത് ആ കഥാപാത്രത്തിന് സാധാരണ ഇതിൽ ചിലപ്പോൾ വേറൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് എവിടെ നിന്നാണ്? നമ്മളൊരു കഥാപാത്രത്തിന് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പം അതിൽ ഇങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് കുറേ ഇൻപുട്സ് ഉണ്ടാവും, അല്ല റെഫറൻസ് പോയിൻറ്റ്സ് ഉണ്ടാവും. അതിൽ റെഫറൻസ് പോയിൻറ്റ്സ് ഒന്ന് സിനിമയാവാം, അല്ലെങ്കിൽ നമ്മൾ വായിച്ച കഥകളാവാം, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളാവാം. ഇതൊക്കെയാണ് നമ്മളുടെ റെഫറൻസ് പോയിൻ്റായിട്ട് ഒരു അഭിനയത്തിൽ വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഒരു കഥാപാത്രത്തിൻ്റെ അനുഭവത്തിനെ അടുത്തറിയാനുള്ള അവസരം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഡോക്യുമെൻ്ററി മേക്കർ എന്നുള്ള നിലയ്ക്ക്, മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് സെക്സ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ധാരാളം അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്നവർ തന്നെയാണ് അവരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ധാരാളം കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ വളരെ ഫൈറ്റിൻ്റെതായിട്ടുള്ള കഥകൾ, ജീവിതത്തിൽ അവർ ഫൈറ്റ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകുന്നു, അവരെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു, സൊസൈറ്റി എങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു, അവരെ എത്രമാത്രം മാർജിനലൈസ്ഡ് ആണ്, ഇതെല്ലാം ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ അനുഭവങ്ങൾ ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവരുടെ ചില മാനറിസംസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൂടി ഈ സിനിമയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മാനറിസം ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തത്. നാച്ചുറൽ. അവർ വളരെ നമ്മളെ പോലെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്ന ഈ ഒരു തരം പിന്നെ ചില കാര്യങ്ങളുണ്ടല്ലോ, അവരെ കുറിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ ജസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും അവരില്ല. അവരെല്ലാവരും ഡിഫറെൻറ്റ്. നമ്മളിപ്പം ഞാനും സരിതയും എത്രമാത്രം ഡിഫറെൻ്റാണ്, അതുപോലെയാണ് അവരിൽ ഓരോരുത്തരും. നമ്മൾ അവരെ യുണീക്കായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നതിൽ അർത്ഥമില്ല. ഒരു സെക്സ് വർക്കറെ പോലെയല്ല മറ്റൊരു സെക്സ് വർക്കർ. ഓരോരുത്തരും ജീവിതത്തിനെ കാണുന്നത്, കാഴ്ചപ്പാടുകളെല്ലാം വ്യത്യാസമാണ്, നമ്മളെ പോലെ തന്നെ.